ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റി ആയിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വീട്ടിലൊക്കെ തന്നെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കമൻസൊക്കെ പറയണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ഈ സ്വീറ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ മുറിച്ചതിന് ശേഷം ചോപ്പറിലോ മിക്സിയിലോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക. അവിടെ ചോപ്പറിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അരക്കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. നമ്മളിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച പേസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് അരക്കപ്പ് പാലും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് 2 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർക്കുന്നത് ഓപ്ഷനിലാണ്. നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഒരു നിർബന്ധമില്ല കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് റവയാണ്. കുറച്ചായിട്ട് ഇങ്ങനെ റവ ചേർത്ത് കൊടുക്കുക. ഞാൻ ആ കപ്പിൽ ഫുള്ളായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. 4-5 പ്രാവശ്യം ഇങ്ങനെ കുറച്ചായിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇങ്ങോട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. പാനിൽ നിന്ന് വിട്ട് വരുന്ന ഈ പരുവൊക്കെ ആകുമ്പോൾ നമ്മൾ ഇനി ഇതൊരു പാത്രത്തിലിട്ട് മാറ്റി കൊടുക്കുക. നേരിയ ചൂടിൽ തന്നെ നമ്മൾ ഇനി ഇതൊരു ബോൾസാക്കി ഇങ്ങനെ എടുക്കേണ്ടത്, ചെറിയ ബോൾസാക്കിയിട്ട് എടുക്കുക. നമ്മളിത് അവിടെ എല്ലാ ബോൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതൊരു ആവിയിൽ വേവിച്ചെടുക്കട്ടെ. ഒരു ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ഇനി ഈ ബോൾസ് എല്ലാം ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് വരെ നമ്മളിത് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇതവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടി സോഫ്റ്റ് ആവും. നമ്മൾ ആവിയിൽ വേവിക്കുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റായി കിട്ടും. ഇനി നമ്മളൊരു പാൻ ചൂടായി അതിലേക്ക് 2 സ്പൂൺ ഇതേപോലെ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പും ബദാമും ആണ് ഇട്ട് കൊടുത്തത്. ഞാൻ മുന്തിരി ഒന്നും ഇട്ട് കൊടുത്തില്ല. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. അവിടെ ആരും മുന്തിരി അങ്ങനെ കഴിക്കില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടാറില്ല കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട നട്ട്സൊക്കെ ചേർത്തതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഒരു വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. അതേ പാനിലേക്ക് തന്നെ നമ്മൾ ഇനി സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ വെർമിസെല്ലിൻ്റെ നേരിയ സേമിയാണ് ചേർത്തത്. നമുക്ക് ഏത് സേമിയ വേണമെങ്കിലും ചേർത്തെടുക്കുക. അതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഞാൻ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര നമ്മൾ ഇനി ഇത് കാരമൽ ചെയ്തിട്ടെടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/2 ലിറ്റർ പാലാണ് കേട്ടോ. പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ പഞ്ചസാര മൊത്തമായിട്ട് കട്ടായി പോകട്ടോ. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ മെൽറ്റ് ആയിക്കോളൂ കേട്ടോ. ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് സെറ്റായി വരും. ഇത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് സേമിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നേരത്തെ മാറ്റി വെച്ചിരുന്ന വറുത്ത സേമിയ ചേർത്ത് കൊടുക്കുക. സേമിയ നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മിൽക്ക് മെയ്ഡാണ് ഇവിടെ ചേർക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1/4 കപ്പ് പാലിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറുകി വരും കേട്ടോ. നമ്മളിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ബോൾസ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അതിലേക്കും കൂടി മധുരമൊക്കെ ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്